ഹലോ, നമുക്കൊരു രാത്രി സർക്യൂട്ടിന് പോയാലോ? ഞങ്ങളിപ്പോൾ ഉള്ളത് ഷാർജയിലെ ഒരു പെട്രോൾ സ്റ്റേഷനിലാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഒരു എനർജി ഡ്രിങ്ക് വാങ്ങിക്കാൻ വേണ്ടി കയറിയതാണ്. കൂടെ ഞാനൊരു ചോക്കോബാറും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ബില്ലടിക്കുന്ന ചേട്ടൻ്റെ ചിരി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് ഒരു ക്രിക്കറ്റ് മാച്ചിന് വേണ്ടിയാണ് കേട്ടോ. ബത്തായ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷാർജയിലെ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ യൂഷ്വലി ഞാൻ ഏട്ടൻ പോകുന്ന സമയത്ത് ഡ്യൂട്ടിയിലായിരിക്കും. അപ്പം എനിക്ക് പോകാൻ പറ്റാറില്ല കേട്ടോ. അപ്പം ഇന്നത്തെ ദിവസം എനിക്ക് വേണ്ടി കാത്തിരുന്നാണ് ഏട്ടൻ. അപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് കേട്ടോ ഇന്ന് പോകുന്നത്. തുത്തുക്കുട്ടിയും ചേച്ചിയും വീട്ടിൽ കിടന്നുറങ്ങുകയാണേ. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും പ്ലെയേഴ്സൊക്കെ വാമപ്പ് സെഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഡഗൌട്ടിൽ നിന്ന് ഏട്ടൻ ജേഴ്സിയൊക്കെ ചേഞ്ച് ചെയ്ത് ഇറങ്ങി വരികയാണേ. അപ്പം ഞാൻ അവിടെ ഒരു കുഞ്ഞു ഗാലറി ഉണ്ട്, അവിടെയാണ് ഇരിക്കുന്നത്. ഗ്രൗണ്ടുകളൊക്കെ വളരെ നീറ്റ് ആൻഡ് ടൈഡി ആയിരുന്നു കേട്ടോ. ഞാനത് ഏട്ടനോട് പറയുകയും ചെയ്തു. തുത്തുക്കുട്ടി വരികയാണെങ്കിൽ ഓടി കളിക്കാൻ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടായിരുന്നു. പക്ഷേ തുത്തുക്കുട്ടിക്ക് നേരത്തെ ഉറക്കം വന്നുകൊണ്ട് മാത്രമല്ല നാളെ സ്കൂൾ കൂടി ഉള്ളത് കൊണ്ട് അവനെ ഞാൻ നേരത്തെ കിടത്തി ഉറക്കി കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞു ഗാലറിയാണ് കേട്ടോ ഓരോ ഗ്രൗണ്ടിനുള്ളത്. ഞാൻ അവിടെയാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്നോട് ഏട്ടൻ പറഞ്ഞു അവർക്കാണ് ഫീൽഡിംഗ് ഉള്ളത്, അതുകൊണ്ട് തന്നെ ഡഗൌട്ടിലേക്ക് മാറിയിരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡഗൌട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ കളി കാണാനും പറ്റും. മാത്രമല്ല അവിടെ ഒരു സ്ക്രീനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബോളിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏട്ടനാണ് ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് സമയം ഡഗൌട്ടിൽ ഇരുന്നപ്പോൾ ഏട്ടൻ എന്നോട് പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങി വരാനായിട്ട്. ഞാൻ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ചെന്നു. അവിടേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി കേട്ടോ. അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക? തുത്തുക്കുട്ടി ഉണ്ടെങ്കിൽ കുറേ അവൻ്റെ പുറകെ ഓടിക്കഴിയുമ്പോൾ കുറേ സമയം പോവും. പക്ഷേ മാച്ച് വളരെ നല്ലതായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ ഒരു ബോറടി ഒന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഇടയ്ക്കൊന്ന് ഡഗൌട്ടിലേക്ക് വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു വാഷ്റൂമിലൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനൊരു വാട്ടർ ബോട്ടിലും കൂടി അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് സമയം അവിടെ ഇരിക്കാന്ന്. ഈ ഒരു ഫോണിൻ്റെ കവർ ഉണ്ടല്ലോ, ഞാൻ ടെർമോയിൽ നിന്ന് ഏട്ടന് വേണ്ടി പർച്ചേസ് ചെയ്താണ് കേട്ടോ. നൈസ് അല്ലേ? അപ്പം അതിനിടയിൽ കളിയുടെ ഇടയിൽ ആള് ബ്രേക്ക് ഒക്കെ എടുത്തിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഷൂസ് ഉണ്ടല്ലോ ഇട്ട് നടക്കുന്ന സമയത്ത് ഭയങ്കര സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫീൽഡിങ്ങിന് ഒരു ഷൂസും ബാറ്റിങ്ങിന് വേറൊരു ഷൂസുമാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ ഇതേ വീണ്ടും ഏട്ടൻ കളിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ പോലെ തന്നെ വേറൊരാളും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ കളി കാണാൻ വേണ്ടിയിട്ട്. ഗ്രൗണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നൊരു വ്യൂ ആണ് കേട്ടോ. ആ ഒരു പള്ളി വഴിയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് ഗ്രൗണ്ടിലേക്ക് കയറുന്നത്. അപ്പോൾ അതേ അവരുടെ കളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഉണ്ടല്ലോ എനിക്ക് തോന്നുന്നു ഈ ഒരു ഗ്രൗണ്ടിൽ നമുക്ക് ബാർബിക്യൂ ഒക്കെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ ഏട്ടനുണ്ടല്ലോ ബാറ്റിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയി കേട്ടോ. അങ്ങനെ ഒരാൾ ഔട്ടായപ്പോൾ ഏട്ടൻ ഇറങ്ങിട്ടോ ഗ്രൗണ്ടിലേക്ക്. ഈ AK7 ഉണ്ടല്ലോ അതെന്താണെന്നറിയോ? അശ്വതി കിരൺ 7 എന്ന് പറയുന്നത് മോൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് കേട്ടോ. ഏട്ടൻ്റെ എല്ലാ ജേഴ്സിക്കും ഇങ്ങനെ AK7 എന്നാണ് കേട്ടോ പേര്. ഏട്ടൻ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. 90 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു 37 ബോൾസിൽ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി മാച്ചിൽ അവർ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സത്യത്തിൽ എനിക്ക് ആദ്യമായിട്ടാണ് കേട്ടോ ഏട്ടൻ ഔട്ടായപ്പോൾ ഒരു വിഷമമൊക്കെ തോന്നിയത്. കാരണം ഓൾമോസ്റ്റ് സെഞ്ചുറിയുടെ അടുത്ത് എത്തിയപ്പോൾ ഔട്ടായത് കണ്ടിട്ടായിരിക്കണം അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് നന്നായിട്ട് തന്നെ കളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, അൺഫോർച്ചുനേറ്റ്ലി അവർ മാച്ചും വിൻ ചെയ്തില്ല കേട്ടോ. ഔട്ടായി പോയതിൽ ഏട്ടനും നല്ല വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. 10 റൺസും കൂടെ എടുക്കായിരുന്നെങ്കിൽ സെഞ്ചുറി അടിക്കായിരുന്നല്ലോ. ഏട്ടൻ ഔട്ടായി വന്നപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾക്ക് വിശപ്പിന്റെ വിളി വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വേഗം തന്നെ കഫ്റ്റീരിയയിലേക്ക് ഓടിയിട്ടോ. എനിക്ക് പ്രത്യേകിച്ച് വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഞാൻ വെറുതെ ഇരിക്കുകയാണല്ലോ. അപ്പം എന്നോട് പറഞ്ഞു എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിച്ചോളാനായിട്ട്. അപ്പം ഞാൻ തുത്തുക്കുട്ടിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലേസിൻ്റെ പാക്കറ്റ് കണ്ടപ്പോൾ ഞാനത് എടുത്തു കേട്ടോ.
പിന്നെ അവർ എനിക്കൊരു ഫ്രഷ് ഓറഞ്ച് ജ്യൂസും കൂടെ അടിച്ചു തന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. മാച്ച് വിന്നാവില്ല എന്ന് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ പെട്ടിയും കിടക്കൊക്കെ എടുത്ത് ഇറങ്ങി കേട്ടോ. കാരണം തുത്തുക്കുട്ടിക്ക് നാളെ സ്കൂൾ ഉണ്ടല്ലോ. ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക്. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ, ടേക്ക് കെയർ.